ഹലോ കൂട്ടുകാരെ, പരീക്ഷ തൊട്ടടുത്തെത്തി നിൽക്കുകയാണല്ലേ. ഇനി ഒട്ടും സമയം കളയാനില്ല. നിങ്ങളുടെ പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നായ ബയോളജിക്കൽ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്നതിന് എങ്ങനെ ഈസിയായി 10ൽ 10 മാർക്കും വാങ്ങാമെന്ന് നമുക്ക് നോക്കാം. വളരെയധികം തിയറി പഠിച്ച സമയം കളയാനെ പരീക്ഷയ്ക്ക് എന്തൊക്കെ കൃത്യമായി എഴുതണം എന്ന് മാത്രം ഞാൻ ഈ എക്സ്പ്ലെയിനറിലൂടെ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ സ്ട്രക്ചർ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ആമുഖം, താരതമ്യ പട്ടിക, പ്രധാന വ്യത്യാസങ്ങൾ, സാമ്യങ്ങൾ, നിഗമനം, ഒടുവിൽ റിവിഷൻ. ഉത്തരം എപ്പോഴും ഈയൊരു ഓർഡറിൽ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചിട്ടയായി ഉത്തരം എഴുതിയാൽ മാത്രമേ പേപ്പർ നോക്കുന്നയാൾക്ക് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും തരാൻ എളുപ്പമുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമതായി ആമുഖം, അതായത് ബേസിക്സ് ഒന്ന് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഉത്തരക്കടലാസിന്റെ ഏറ്റവും മുകളിൽ തന്നെ ഈ 2 കാര്യങ്ങൾ എഴുതിവെക്കുക. ഒന്ന്, ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക് അഥവാ BNN എന്നുവെച്ചാൽ നമ്മുടെ മനുഷ്യ തലച്ചോറിലെ ന്യൂറോണുകളുടെ കൂട്ടം. രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അഥവാ ANN. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മോഡലാണിത്. രണ്ടും ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുമെങ്കിലും അവയുടെ ഘടന വളരെ വ്യത്യസ്തമാണെന്ന് തുടക്കത്തിൽ തന്നെ എക്സാമിനറെ ബോധ്യപ്പെടുത്തണം. ഇവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പ്രധാന വാക്കാണ് ന്യൂറോൺ. ഇതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന യൂണിറ്റ്. BNNൽ അത് നമുക്ക് ജന്മനായുള്ള സ്വാഭാവിക ന്യൂറോണും ANNൽ അത് മനുഷ്യർ കോഡ് ചെയ്തെടുത്ത ആർട്ടിഫിഷ്യൽ ന്യൂറോണുമാണ്. ഈ ഒരൊറ്റ പോയിന്റിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നുറപ്പിക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം, താരതമ്യ പട്ടിക. ഈ ഒറ്റ ടേബിളിലാണ് നിങ്ങളുടെ 10 മാർക്കിന്റെ സിംഹഭാഗവും ഇരിക്കുന്നത്. അതുകൊണ്ടിത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. പരീക്ഷയ്ക്ക് 3 കോളങ്ങളുള്ള ഒരു ടേബിൾ തന്നെ വരയ്ക്കണം. അതിൽ ആദ്യത്തെ 5 പോയിന്റുകൾ നമുക്ക് നോക്കാം. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സിംഗ് സ്പീഡാണ്. നമ്മുടെ തലച്ചോറിന് ഒരു കാര്യം പ്രോസസ്സ് ചെയ്യാൻ മില്ലി സെക്കൻഡുകൾ എടുക്കും, അതായത് കുറച്ച് സ്ലോ ആണ്. പക്ഷേ ANN നാനോ സെക്കൻഡുകൾ കൊണ്ട് വളരെ വേഗത്തിൽ പ്രവർത്തിക്കും. അതുപോലെ പഠന രീതിയുടെ കാര്യം. നമ്മൾ മനുഷ്യർ ചുറ്റുപാടുകളിൽ നിന്ന് സ്വാഭാവികമായി കാര്യങ്ങൾ പഠിക്കും, അല്ലേ? പക്ഷെ ANN അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന അൽഗോരിതങ്ങൾ വെച്ച് മാത്രമേ അത് വർക്ക് ചെയ്യൂ. ഇനി ടേബിളിലെ ബാക്കി 5 കാര്യങ്ങൾ കൂടി നോക്കാം. ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. ഉദാഹരണത്തിന്, വ്യക്തമല്ലാത്തതോ അപൂർണമായതോ ആയ ഡേറ്റ, അതായത് നോയ്സി ഡേറ്റ വന്നാൽ നമ്മുടെ തലച്ചോറ് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കും. എന്നാൽ ANNന് ഇങ്ങനെയുള്ള നോയ്സ് ടോളറൻസ് വളരെ കുറവാണ്. ഉദാഹരണമായി, BNN മനുഷ്യ തലച്ചോറും ANN മെഷീൻ ലേണിംഗ് മോഡലുകളും എന്നുകൂടി എഴുതിയാൽ നിങ്ങളുടെ 10 പോയിന്റുകൾ പെർഫെക്റ്റായി. മൂന്നാമത്തെ സെക്ഷൻ, പ്രധാന വ്യത്യാസങ്ങൾ. ടേബിള് വരച്ചു തീർന്നാൽ അവിടെ വെച്ച് നിർത്തരുത് കേട്ടോ. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതാൻ പോവുകയാണ്. ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ ഈ പോയിന്റുകൾ നോക്കുക. മനുഷ്യ തലച്ചോറെന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അതുപോലെ നമ്മൾ നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക് അത്ര സങ്കീർണമൊന്നുമല്ല. അത് പ്രത്യേക ജോലികൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് സ്വയം പഠിക്കാനുള്ള കഴിവില്ല. എപ്പോഴും ട്രെയിനിങ് അൽഗോരിതങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് പരീക്ഷാ പേപ്പറിൽ അടിവരയിട്ട് തന്നെ എഴുതുക. ഇനി നാലാമതായി സാമ്യങ്ങൾ. വ്യത്യാസങ്ങൾ മാത്രം എഴുതിയാൽ പോരല്ലോ. ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും സാമ്യങ്ങളുണ്ടോ എന്നുകൂടി എഴുതിയാൽ നിങ്ങളുടെ ഉത്തരം കൂടുതൽ മികച്ചതാകും. ഈ 3 പോയിന്റുകൾ കൃത്യമായി ബുള്ളറ്റ് പോയിന്റുകളായി നിങ്ങളുടെ ഉത്തരത്തിൽ എഴുതിവെക്കുക. 1. ഇവ രണ്ടിലും വിവരങ്ങൾ കൈമാറാൻ ന്യൂറോണുകൾ അല്ലെങ്കിൽ നോഡുകളുണ്ട്. 2. ഈ കണക്ഷനുകളുടെ ശക്തി നിയന്ത്രിക്കാൻ രണ്ടും വെയ്റ്റഡ് കണക്ഷനുകൾ ഉപയോഗിക്കുന്നു. 3. ഇവ രണ്ടും ഒരേ സമയം പല കാര്യങ്ങൾ, അതായത് വിവരങ്ങളെ പാരലലായിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. ഇതുകൂടി കാണുമ്പോൾ എക്സാമിനർക്ക് തീർച്ചയായും സന്തോഷമാകും. അഞ്ചാമത്തെ ഭാഗം, നിഗമനം. 10 മാർക്കിന്റെ ഉത്തരം എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനോടെ വേണം അവസാനിപ്പിക്കാൻ. ഈ വാചകം അതേപടിയൊന്ന് മനസ്സിൽ വെച്ചോളൂ. നിങ്ങളുടെ ഉത്തരത്തിൽ ഇത് തീർച്ചയായും ഉണ്ടായിരിക്കണം. ബയോളജിക്കൽ സിസ്റ്റങ്ങളിൽ നിന്നാണ് നമ്മൾ കമ്പ്യൂട്ടർ മോഡലുകൾ ഉണ്ടാക്കിയതെങ്കിലും ഇന്നത്തെ കാലത്ത് വേഗതയുടെ കാര്യത്തിലും പ്രാക്ടിക്കലായിട്ടുള്ള ഉപയോഗങ്ങളിലും നമ്മൾ കൂടുതലായി ആശ്രയിക്കുന്നത് ANNകളെയാണെന്ന് പറഞ്ഞ് ഉത്തരം വളരെ മനോഹരമായി അവസാനിപ്പിക്കുക. ഓക്കെ, അവസാനമായി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എല്ലാവരും ആ പേനയൊക്കെ ഒന്ന് താഴെ വെച്ച് പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. ഈ കീവേഡുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫോട്ടോ പോലെ സേവ് ചെയ്തു വെക്കുക. പരീക്ഷയിൽ
എന്ത് മറന്നാലും ഇത് മറക്കരുത്. BNN-ൽ മെമ്മറി തലച്ചോറിലാകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, എന്നാൽ ANN-ൽ അത് വെറും വെയിറ്റുകളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ സ്പീഡ്. തലച്ചോറ് സ്ലോ ആണ്, അതായത് മില്ലി സെക്കൻഡ്സ്. പക്ഷെ കമ്പ്യൂട്ടർ ഫാസ്റ്റ് ആണ്, നാനോ സെക്കൻഡ്സ്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, മിക്ക വിദ്യാർത്ഥികളും പരീക്ഷയിൽ വരുത്തുന്ന ഒരു ക്ലാസിക് അബദ്ധമുണ്ട്. നാനോ സെക്കൻഡിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് AN ആണ് കൂടുതൽ പവർഫുൾ എന്ന് ഒരിക്കലും എഴുതി വെക്കരുത്. സ്പീഡ് കൂടുതലാണെങ്കിലും സങ്കീർണമായ ഡാറ്റ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മുടെ തലച്ചോറ് തന്നെയാണ് കേട്ടോ ഏറ്റവും ശക്തം. ഈ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും വരുത്തരുത്. അപ്പോ എക്സാമിന് പോകുന്നതിന് തൊട്ടുമുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. യാതൊരുവിധ ട്രെയിനിങ്ങുമില്ലാതെ തന്നെ എത്ര നോയ്സിയായ ഡാറ്റയും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുകയും സാഹചര്യങ്ങളിൽ നിന്നും സ്വയം പഠിക്കുകയും ചെയ്യുന്ന ആ സൂപ്പർ പവർഫുൾ നെറ്റ്വർക്ക് ഏതാണ്? ഇതിന്റെ ഉത്തരം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ 10 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ഭദ്രമാണ്. ഈ എക്സ്പ്ലെയിനർ കണ്ടതിന് നന്ദി. എല്ലാവർക്കും പരീക്ഷയിൽ തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.